രാവിലെ എണീറ്റ് പണികളൊക്കെ കഴിഞ്ഞിതാ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ നല്ല വെയിൽ ഉമ്മർത്ത് സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ അതാണ് കണ്ണിങ്ങനെ ചിമ്മുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഏട്ടൻ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ പത്രിപ്പാല ഷോപ്പിൽ കയറിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ കൂട്ടാൻ വന്നപ്പോൾ ഞാനും അല്ലും ഡിങ്ങും കൂടി പോവുകയാണ് കാറിൽ. അല്ലു ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഡിങ്ങും പാവിനും ഡിങ്ങും നോക്കണത് വേറെ ഒന്നുമല്ല, വരണ നേരത്ത് വണ്ടിയും കൊണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് ഒന്ന് ചാടിയപ്പോൾ ചുണ്ടും ചെറിയ എല്ലാം കൂടെ കൂട്ടി മുട്ടി നല്ല ബ്ലഡൊക്കെ വന്ന് ആകെ വേദനിച്ചാൾ സീനായിട്ടിരിക്കുകയാണ്. അതാണ് മുഖം ഇങ്ങനെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പറവെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മൂൻ്റെ വീട്ടിൽ. ചെനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ചിട്ട് പറവെപ്പും പിന്നെ അന്ന് അവളുടെ നാളാണ്, ഡേറ്റ് ഓഫ് ബർത്ത് വരണേ ഉള്ളൂ. അപ്പം നാളുമാണ്. അപ്പോൾ ഓക്കെ നമുക്കൊരു സദ്യയും കഴിക്കാം പറവെപ്പും കാണാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ആനയൊക്കെ വരുന്നിട്ടാണ് ഈ പറവെപ്പും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒരു പ്രത്യേക രസം അതൊക്കെ കാണാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നാളായതുകൊണ്ട് അമ്മയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അമ്മൂന്. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവൾ കാലൊക്കെ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അച്ചേമ്മയുടെ മരുമകളും അച്ചേമിയും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരല്ല, അവർ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നാളല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കാൻ പോയിരുന്നപ്പോൾ ഞാൻ ചീത്ത പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കുക കേട്ടോ. അപ്പോൾ വലിയ കുട്ടി ആയിട്ടുണ്ട് നമ്മുടെ പെണ്ണ്. ഭയങ്കര രസമാണ് ഇപ്പോൾ കാണാനും കൊഞ്ചാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എല്ലാം. അങ്ങനത്തെ കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇല വിളമ്പിയിട്ട് ഇല വെച്ചിട്ട് നമ്മൾ നിലത്ത് എല്ലാവർക്കും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളൊരു ഗർഭിണി കുട്ടിയുണ്ട്. അപ്പോൾ അവൾ മാത്രം മുകളിൽ കയറിയിരുന്നു. അവൾക്ക് നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മളിരുന്നു. ഡിങ്കു ആണെങ്കിൽ ഒന്നും കഴിക്കില്ല, പക്ഷേ ഇലയിൽ നിന്ന് എല്ലായിടത്തും വലിച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആനിനെ കാണിച്ചു തരാം ഫോണിൽ നിന്നൊക്കെ പണ്ട് അടുത്തിരുത്തിയിട്ട് ഓരോ വായ കൊടുത്തു. പിന്നെ ഞാനും അമ്മയും ഏട്ടൻ ഇരുന്നില്ല തോന്നുന്നു. അമ്മ ഇരിക്കുന്നേ ഉള്ളൂ. ബാങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തരികയാണ് കേട്ടോ ഫുഡ്. അത്യാവശ്യം എല്ലാ സദ്യയായിട്ടുണ്ടായിരുന്നു. പായസം, പാലട അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ സദ്യ കഴിച്ചു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പ്രത്യേക രസമാണ് ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്കിളും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ആ ഫുഡൊക്കെ നമ്മളിത് ആസ്വദിച്ച് കഴിച്ചു. കണ്ടോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 2-3 പായസം വേറെ അമ്പലത്തിലത്തെ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പാലട എടുത്തിട്ട് അങ്ങനെ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദേവുട്ടിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പായസം അവന് കൊടുത്തു. അപ്പോൾ അത് മാത്രം കുറച്ച് കുടിച്ചു തോന്നും കേട്ടോ. അല്ലു പിന്നെ പായസം ആദ്യം കുറച്ച് കുടിച്ചു, പിന്നെ കുടിച്ചൊന്നുമില്ല. പിന്നെ ഭയങ്കര കളിയും ഒക്കെ ആയിരുന്നു. അവന് ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി ബെഡിൽ കിടന്ന് സംസാരിക്കുക. അമ്മ അത് കുഞ്ഞിപ്പണിനെ എടുത്തിട്ടുണ്ട്. ഡിങ്കു അത് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീട്ടിൽ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.